ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രീമിയർ ലീഗിൽ നടന്ന ലെസ്റ്റർ സിറ്റി വേഴ്സസ് ടോട്ടൻഹാം മത്സരം 2-1 എന്ന ഗോൾ സ്കോറിന് ലെസ്റ്റർ സിറ്റി വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ലെസ്റ്റർ സിറ്റിക്ക് വേണ്ടി ജെയിംസ് വാർഡിയാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിൽ വിജയത്തോടു കൂടി 17 പോയിന്റുമായിട്ട് 17ാം സ്ഥാനത്ത് ലെസ്റ്റർ സിറ്റിയും 23 പോയിന്റുമായിട്ട് 15ാം സ്ഥാനത്ത് ടോട്ടൻഹാമും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു മത്സരത്തിലെ പ്രകടനം നോക്കുകയാണെങ്കിൽ ആദ്യ ഹാഫിലേക്ക് വരുന്ന സമയത്ത് ടോട്ടൻഹാമിൻ്റെ ഭാഗത്തു നിന്നും അത്യാവശ്യം ഭേദപ്പെട്ട ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. റിച്ചാർഡ്സിൻ്റെ വകയായിരുന്നു ആദ്യ ഗോൾ പിറന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ടാക്ടിക്കലി നിസ്റ്റൽ റോയ് എടുത്ത ആ ഒരു മൂവ്മെൻറ്റ് പെർഫെക്റ്റ്ലി അത് സക്സസ് ആയി എന്നാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. നിസ്റ്റൽ റോയിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ കുറച്ച് ഇമോഷനായി പോകും. ബിക്കോസ് എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോച്ചിൽ ഒരാളാണ്. അതിൻ്റെ മെയിൻ റീസൺ അധികം പുള്ളി കളിക്കുന്ന സമയത്തുള്ള മാച്ചോ കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിട്ടില്ല. പിന്നെ യുണൈറ്റഡിൽ അസിസ്റ്റൻ്റായിട്ട് വന്ന് ടെൻഹാഗിനെ സാക്ക് ചെയ്തതിന് ശേഷം ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത ഒരു മാച്ചായിരുന്നു നിസ്റ്റൽ റോയിയുടെ അണ്ടറിൽ എങ്ങനെയായിരിക്കും യുണൈറ്റഡിൻ്റെ പെർഫോമൻസ് എന്നുള്ളത്. കളിച്ച ആ 4 മത്സരങ്ങളിലും എന്താണ് നിസ്റ്റൽ റോയ് എന്നുള്ളത് യുണൈറ്റഡ് ആരാധകർക്ക് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്തു. എനിക്ക് തോന്നുന്നു ഇപ്പോഴും എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് നിസ്റ്റൽ റോയ് തിരിച്ചു വരാനുള്ള ഒരു യുണൈറ്റഡിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ എന്തുകൊണ്ടും എല്ലാ ആരാധകരും അക്സെപ്റ്റ് ചെയ്ത ഒരു കോച്ച് കൂടെയാണ്. കുറച്ചുകൂടിയും സമയം കൊടുക്കാമായിരുന്നു എന്ന് ഞാൻ മാത്രമല്ല എല്ലാ യുണൈറ്റഡ് ആരാധകരും ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ്. പക്ഷേ സ്റ്റിൽ വെയിറ്റിംഗ്. എന്തായാലും അവസാനം യുണൈറ്റഡിലേക്ക് വരും എന്ന് തന്നെയാണ് കരുതുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് 2 ഗോൾ അഗൈൻ അവർ കംബാക്ക് വന്നു. നിസ്റ്റൽ റോയ് വരുന്നതിന് മുന്നേ 19ാം സ്ഥാനത്ത് റെലഗേഷൻ ആ ഒരു സ്റ്റേജിൽ നിന്ന ഒരു ടീമാണ്. ബാക്ക് ടു ബാക്ക് ടോട്ടൻഹാമിൻ്റെയൊക്കെ സ്ക്വാഡ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം വലിയ താരങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു സ്ക്വാഡിലേക്ക് വരുന്ന സമയത്താകാം എനിക്ക് പേഴ്സണലി അറിയുന്നത് ജെയിംസ് വാർഡി മാത്രമാണ്. വാർഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് വളരെയധികം അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലെയർ ആയിപ്പോയോ എന്ന് ഞാൻ പല സിറ്റുവേഷനിലും ചിന്തിച്ചിട്ടുണ്ട്. കാരണം അതും പ്രീമിയർ ലീഗ് പോലുള്ള ഈ ഒരു ക്ലബിൽ ഇത്രയും അധികം സീസൺ കളിച്ചിട്ടും ഒരുപാട് സീസണിൽ ടോപ്പ് സ്കോറർ ആയിട്ടുണ്ട്. അതുപോലെ ട്രോഫി നേടിയിട്ടുണ്ട്. ഇംഗ്ലണ്ട് ടീമിലും വേണ്ട വിധത്തിൽ യൂസ് ചെയ്തിട്ടില്ല. കാരണം വാർഡിനേക്കാൾ ഈ ഹാരി കെയ്നാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. പക്ഷേ എനിക്കൊരിക്കലും ഇവരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്ന വാർഡി തന്നെയാണ്. പക്ഷേ വാർഡിനെ കുറിച്ച് ആരും ഇതുവരെ ഞാൻ സംസാരിക്കുന്നതൊന്നും കേട്ടിട്ടില്ല. പക്ഷേ പുള്ളിനെ കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും പുള്ളിയുടെ റേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.